നമസ്കാരം. സ്ത്രീധന ഗാർഹിക പീഡനങ്ങളെ തുടർന്നുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. ഒരു മാസത്തിനിടെ ജീവനൊടുക്കിയത് 3 യുവതികൾ. നവവധുവും 2 ഭർത്തൃമതികളുമാണ് മരണപ്പെട്ടത്. സംഭവങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാസർഗോഡ് താമസ സ്ഥലത്ത് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ നവവധു ചികിത്സയിലിരിക്കെ മരിച്ചു. കുറ്റിക്കോൽ ബേത്തൂർപ്പാറ പട്ടംതട്ട സ്വദേശിനി 25-കാരി അശ്വതിയാണ് വ്യാഴാഴ്ച രാത്രി മരണപ്പെട്ടത്. പ്രണയവിവാഹിതയായിരുന്ന അശ്വതി കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. പറക്കളായി ചീറ്റക്കാവ് സ്വദേശി രൂപേഷിന്റെ ഭാര്യയാണ്. 1 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. 10 ദിവസം മുമ്പാണ് അശ്വതിയെ താമസ സ്ഥലത്ത് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നില ഗുരുതരമായതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ മറ്റു 2 ആത്മഹത്യകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബെള്ളൂർ പള്ളപ്പാടിയിൽ ഭർത്തൃമതിയായ 27-കാരി സെറീനയെ തൂങ്ങിമരിച്ചതിൽ കണ്ടെത്തുകയായിരുന്നു. പള്ളപ്പാടിയിലെ സൈനുദ്ദീന്റെ ഭാര്യയാണ് സെറീന. ഗാർഹിക പീഡനത്തെ തുടർന്നാണ് യുവതി മരിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. മറ്റൊരു സംഭവത്തിൽ ചെങ്കള പാണലത്ത് ഭർത്തൃമതിയായ ഫാത്തിമ സുബൈദ എന്ന യുവതി ആസിഡ് കുടിച്ച് ജീവനൊടുക്കി. വിവാഹ വാർഷിക തലേന്നായിരുന്നു ബദിയെടുക്ക ചെറുളടുക്കം സ്വദേശിനിയായ സുഫൈദയുടെ ദാരുണാന്ത്യം. കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്താവും വീട്ടുകാരും നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി യുവതിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് സുഫൈദയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഭർത്തൃമാതാവിനെ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ദിവസങ്ങൾക്കകം യുവതികൾ ജീവനൊടുക്കുന്നത് നാട്ടുകാരും ബന്ധുക്കളെയും വലിയ രീതിയിലാണ് ആശങ്കയിലാഴ്ത്തുന്നത്. കുടുംബ പീഡനങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ശക്തമായതോടെ പ്രാദേശിക പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് വിപുലമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തൂങ്ങി മരണം, വിഷമുള്ളിൽ ചെല്ലൽ തുടങ്ങിയ സംഭവങ്ങളിൽ ദുരൂഹതകൾ നീക്കാനായി ബന്ധുക്കളുടെയും അയൽവാസികളുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി വരുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വരും ദിവസങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കുവാനും വിവിധ സംഘടനകളുടെ തീരുമാനമുണ്ട്. ഈ ദാരുണ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ജില്ലകളിൽ സ്ത്രീ സുരക്ഷയും ഗാർഹിക പീഡന വിരുദ്ധ നിയമങ്ങളും കൂടുതൽ കർശനമാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നുണ്ട്. കുടുംബങ്ങളിൽ മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനും പീഡനങ്ങൾക്കെതിരെ പെൺകുട്ടികൾക്ക് കൃത്യസമയത്ത് നിയമസഹായം ലഭ്യമാക്കുന്നതിനും കൌൺസിലിംഗ് കേന്ദ്രങ്ങൾ കൂടുതൽ സജീവമാക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. പോലീസ് അന്വേഷണം ഈ കേസുകളിൽ പൂർത്തിയാവുന്നതോടെ വരും ദിനങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന. നിയമ നടപടികൾ വേഗത്തിലാക്കി ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും.